ലോക സംഭവങ്ങൾ യാദൃച്ഛികമല്ല. ദൈവിക പ്ലാൻ എല്ലാറ്റിലും കാണുവാൻ സാധിക്കും. യഹൂദാജനം പ്രവാസത്തിലേക്ക് പോകുമെന്നും 70 സംവത്സരങ്ങൾക്ക് ശേഷം ബാബിലോൺ നശിക്കുമെന്നും ജനത്തിന് വിടുതൽ ലഭിക്കുമെന്നും യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തിരുന്നു. ഈ യഹൂദന്മാരുടെ വിടുതൽ കോരശ് എന്ന് പേരുള്ള ഒരാൾ മുഖാന്തരമായിരിക്കുമെന്നും വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തിയിരുന്നു. BC 537 ബെൽഷസർ കൊല്ലപ്പെടുകയും ബാബിലോൺ സാമ്രാജ്യം തകരുകയും ചെയ്തു. മേദ്യ പാർസ്യ രാജാക്കന്മാർ മധ്യപൂർവ്വദേശത്ത് പ്രാബല്യം പ്രാപിച്ചു. രാജാവായിരുന്ന കോരശ് യുദ്ധങ്ങളിൽ വ്യാപൃതനായിരുന്നതുകൊണ്ട് തൻ്റെ അടുത്ത ബന്ധുവും സൈന്യാധിപനുമായിരുന്ന ദാര്യാവേശിനെ ബാബിലോണിൻ്റെ ഭരണം ഏൽപ്പിച്ചു. എന്നാൽ അധികം താമസിയാതെ കോരശ് സാമ്രാജ്യത്തിൻ്റെ ഭരണം മുഴുവൻ ഏറ്റെടുത്തു. അതിനുശേഷം താൻ ആദ്യമായി ചെയ്തത് യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. മാത്രമല്ല, യെരുശലേമിൽ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് സംഭവിച്ചത് BC 606 ബാബിലോണ്യ ആക്രമണത്തിന് ശേഷം 70 വർഷം തികഞ്ഞ BC 536 ആയിരുന്നു. യിരെമ്യാ, യെശയ്യാ എന്നീ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ എത്ര കൃത്യമായി നിറവേറി! ദൈവം തൻ്റെ ജനത്തെ ആദരിക്കുവാനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമത്രേ.